ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു അപ്ഡേഷനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നടന്നൊരു വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. വലുതെന്ന് പറയുമ്പോൾ ഒരു അവരുടെ ക്യാപ്റ്റനെ കണ്ടുപിടിക്കേണ്ട ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഷേവിങ് ക്രീം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ 19 പേരിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തി ഇല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയുടെ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് അവർക്ക് ആ ഒരു ടാസ്ക് വായിച്ചതും കൊടുത്തതുമല്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസിൽ നമ്മുടെ ഷേവിങ് ക്രീം തേച്ചത് നമ്മുടെ എന്താ അനീഷ് തറയിൽ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനാണ് ഏറ്റവും കൂടുതൽ ആ ഷേവിങ് ക്രീം ഫേസിൽ പുരണ്ട ഒരു വ്യക്തി. അപ്പം നമ്മൾ മിക്ക ആൾക്കാരും ഈ പുള്ളിയെ തന്നെ കുറേ കാര്യങ്ങൾ പറയും, പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ആൾക്കാർ വിവരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നതെന്ന് വെച്ചാൽ പുള്ളി അതിന് യോഗ്യതയല്ല എന്നുള്ള രീതിയിലാണ് മിക്ക ആൾക്കാരും കൊണ്ടുവന്ന് ആ ഒരു ഷേവിങ് ക്രീം പുള്ളിയുടെ ഫേസിൽ അപ്ലൈ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഈ ബിഗ് ബോസ് തന്നെ വന്ന് പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഇത് വായിച്ചിട്ട് തന്നെയാണോ നിങ്ങളിതിന് തയ്യാറെടുത്ത് ചോദിച്ചപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു നമ്മളുടെ ഇതിൽ ക്യാപ്റ്റനായിട്ട് ഫസ്റ്റ് ബിഗ് ബോസിൻ്റെ ഈ 7ൽ ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അനീഷിനെ തന്നെയാണ്. അനീഷ് വരരുതെന്നും പറഞ്ഞുകൊണ്ട് പോയി ഈ തേച്ച എല്ലാവരും ശശിയായ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത് സീരിയസ്ലി. കാരണം ഇപ്പം നമ്മൾക്ക് എല്ലാവരും ഇപ്പോൾ കുറച്ച് ഇന്നിപ്പോൾ ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് സമയങ്ങളെ ആവുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ അവിടെ ഒരു ഗ്രൂപ്പ് കളിയായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക്. ഗ്രൂപ്പ് കളി അത് ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ള അതിനുള്ളിൽ. അപ്പം അതിൽ നിന്നെല്ലാം ഒരു വേറിട്ട ചിന്താഗതിയിലും നമുക്കൊക്കെ ഒരു കല്ലുകടി ഉണ്ടെങ്കിലും പുള്ളി ഒരു വേറിട്ട ചിന്താഗതിയിലും ചിന്താ രീതിയിലും ഒരു സ്റ്റൈലുമാണ് പുള്ളി ഇപ്പം നമ്മളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പുള്ളി തന്നെ ഫസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനായി വന്നു. അതിൽ അഭിനന്ദനങ്ങൾ തന്നെ പറയാം. അനീഷ് തറയിൽ ആ പുള്ളിക്ക് അഭിനന്ദനങ്ങൾ തന്നെ പറയാം. ഇനിയുള്ള അങ്ങോട്ടുള്ള ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ഓരോ വ്യക്തികളുടെയും നമുക്കിങ്ങനെ അവർ കുക്കിങ്ങിന്, ക്ലീനിങ്ങിന്, ഫ്ലോർ ക്ലീനിങ്ങിന്, ബാത്റൂം ക്ലീനിങ്, ഇങ്ങനെ പലതരത്തിലുള്ള കുക്കിങ് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. കുക്കിങ്ങിന് തിരിച്ചിട്ടുണ്ട്, ഫ്ലോർ ക്ലീനിങ്, പിന്നെ ബാത്റൂം ക്ലീനിങ്, പിന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന, അങ്ങനെ ഈ സെക്ഷൻ പല രീതിയിലും തിരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ പാചകം ചെയ്യാൻ സ്ത്രീകൾ വളരെ ചുരുങ്ങിയ സ്ത്രീകൾ മാത്രമേ അതിൽ കൈപൊക്കി അതിലേക്ക് മുന്നോട്ട് വന്നോളൂ. കാരണം എനിക്ക് അതിലെനിക്ക് ഒരു കാര്യം മനസ്സിലാച്ചാൽ ഈ പെണ്ണുങ്ങളെല്ലാം അവിടെ ചെന്ന് ഫാഷൻ പരേഡ് നടത്താൻ വേണ്ടി മാത്രം ചെന്നിരിക്കുന്ന ഒരു ഫീലാവുന്നത്. കാരണം അതിൽ കൈപൊക്കിയിരിക്കുന്ന നമ്മുടെ സരിക കൈപൊക്കി, അതുപോലെയൊക്കെ ബിന്നി ആ ഒരു സീരിയൽ നടി പുള്ളിക്കാരും അതിൽ കൈപൊക്കിയത് ഞാൻ ഫസ്റ്റ് കണ്ടു. കാരണം അവർ രണ്ടും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു. കാരണം ഒരു കുക്കിംഗ് അറിയാം, സ്ത്രീകൾ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ വാചകം പഠിച്ച കൊച്ചു പെമ്പിള്ളാരുണ്ട്. അവിടെ കൈ താഴ്ത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്തോ കുക്ക് ചെയ്യുന്ന എന്തോ വലിയ അപരാധം പോലെ ഇരിക്കുന്ന കണ്ടു. അത് വലിയ മോശമായ ചിന്ത. ഈവൻ നമ്മുടെ രേണുസുതി പോലും അങ്ങനെ കുക്കിംഗ് അറിയാത്ത രീതിയിൽ ഇങ്ങനെ കൈയും വെച്ച് ഇങ്ങനെ ഒരു ഇരിപ്പായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, രേണുസുതി വീട്ടിൽ കുക്ക് ചെയ്താൽ ജീവിച്ചൊരു വ്യക്തിയാണോ? ഒരിക്കലും അല്ല. രേണുസുതിക്കൊക്കെ നല്ല വൃത്തിയാണ്, കുക്ക് ചെയ്ത് തന്നെ ജീവിച്ച വ്യക്തികൾ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടാണ് നിന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോകാം എന്നുള്ള മട്ടിൽ പുള്ളിക്കാരി ഇരുന്നു. അതും ഭയങ്കര, കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പേർക്ക് വെച്ച് വിളമ്പേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് അനീഷും അതിൽ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ആരും ആ ഒരു കുക്കിംഗ് സ്ഥലത്തേക്ക് ഇല്ലെങ്കിൽ ആ ഒരു ഫുഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അപ്ഡേറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനിയും അത് മോശമായ രീതിയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തന്നെ കഴിക്കണം. അത് വേറുള്ളവൻ ഉണ്ടാക്കി തന്ന് കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് ഭയങ്കര മോശാഗതിയാണ്. അതുപോലെ ക്ലീനിങ്ങോ അതെല്ലാം ഒരു കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെല്ലാം അയ്യഞ്ച് ആൾക്കാർ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നതിന് മാത്രം വെറും 4 പേരെയാണ് അവരെഴുന്നേറ്റ് ചെയ്ത് കൈ പൊക്കിയതും അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള രീതി 2 പെണ്ണുങ്ങളും ബാക്കി 2 ആണുങ്ങളുമാണ് അതിൽ നിൽക്കുന്നത്. പക്ഷേ അതൊരു 5 പേർക്ക് ആക്കാമായിരുന്നു. കാരണം ഒത്തിരി ആൾക്കാർക്ക് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഈവൻ ചായ ആയാലും എല്ലാം ഇവർ തന്നെ വേണം ഇത്രയും ചെയ്യാൻ. എന്തായാലും ബാക്കി അവിടെ കുടുംബമായിട്ടിരിക്കുന്ന മിക്ക പെണ്ണുങ്ങളും പിന്നെ ബാക്കിയെല്ലാം കൊച്ചു പിള്ളേരുണ്ട്. ആ പിള്ളേർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കറിക്ക് അരിഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അവരൊന്നും ആ ഒരു കുക്കിംഗ് ഇങ്ങോട്ട് ഇറക്കാൻ മാത്രമേ ഉള്ള രീതിയിലാണ് ആ പെമ്പിളാരൊക്കെ അവിടെ ഇരുന്നത്. എന്തായാലും നമുക്ക് ഇനിയുള്ള അപ്ഡേഷൻ വരുന്ന ഓരോ ടൈമിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റ് ടാസ്ക് എന്തായാലും അനീഷിന് നല്ലതുപോലെ ഇത് കിട്ടുന്ന രീതിയിൽ എല്ലാവരും അനീഷിനെ കുറ്റം പറഞ്ഞങ്ങ് നശിപ്പിക്കേണ്ട രീതിയിലാണ് എല്ലാവരും പോയിരുന്നങ്ങ് ചെയ്തത്. പക്ഷേ എല്ലാവർക്കും ഇതിനെ വലിയൊരു
മോങ്ങാരുത് നായുടെ തേങ്ങ വീഴുമെന്ന് പറയത്തില്ല, അതുപോലെ അവസ്ഥയിൽ വായും തുറന്നിരിപ്പുണ്ടായിരുന്നു. എന്തായാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട്. കാരണം ആ പുള്ളീനെ ശരിക്കും ചിലപ്പോൾ ആ പുള്ളി ഒരു മലയാളത്തിൽ എഴുതുന്നൊരു കവിയായിരിക്കാം, അല്ലായിരിക്കാം, എന്തായിക്കോട്ടെ. പക്ഷെ പുള്ളീനെ ഒരു മാതിരി ഒറ്റപ്പെടുത്തി എല്ലാവരും കൊണ്ടുവന്ന് ആ തേച്ചപ്പോൾ ഞാനും മാനസികമായിട്ട് വിചാരിച്ചു, അയ്യോ പാവം, ഈ പുള്ളി കളിക്കുന്നത് ഗെയിമാണ് കളിക്കുന്നത്, അത് ഈ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല, അത് വേറെ സത്യം. പുള്ളി അത്യാവശ്യം കളി തുടങ്ങിയെന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ വേറെയുള്ള ആൾക്കാർ ചെറുതായിട്ട് കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് ഏറുപടക്കം പോലെ അങ്ങ് ചീറ്റി പോവുകയാണ്, അങ്ങോട്ട് പൊട്ടുന്നില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും വരുന്ന കാര്യങ്ങളെല്ലാം കാണാം. അപ്പം അടുത്തൊരു അപ്ഡേഷൻ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.